സഹിക്കുവാൻ കഴിയാതെ ആത്മമണ്ഡലത്തിൽ ഡ്രൈനസ് ഇട്ടുകൊണ്ട് ഈ അന്തരീക്ഷത്തെ വ്യാപരിച്ചു നിൽക്കുന്ന ആധിപത്യ മണ്ഡലത്തോട് അഭിഷേക വൃന്ദഗീത മകൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറാൻ കൽപ്പിക്കുക. പിടിച്ചുകൊണ്ടാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം പ്രാപിക്കുക. അന്തരീക്ഷമാനത്തെ കിടത്തി ആരാധിപ്പിക്കാതെ കൈകാലികളുടെ അസ്വസ്ഥതയിട്ട് വ്യാപരിക്കുന്ന ദേശാന്തരുടെ പോലെ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. എത്ര ദിവസമായി നീ അത് വിട്ടുകൊടുത്ത് ആരാധിച്ചിട്ട് ഇന്ന് മകൾക്കാലം അതിനെ കേട്ട് മാത്രം മടങ്ങുന്ന മകളല്ല, നിന്റെ കൊടിയിലും ആരാധിക്കുന്ന മകളല്ല. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെ സ്വത്രം ദൈവത്തിന് വേണ്ട. അവൻ പാരമ്പര്യത്തിന് അന്യഭാഷ ദൈവത്തിന് വേണ്ട. ഇത് മകളൊരു പുതുകാര്യമല്ല. വർഷങ്ങളുടെ പഴക്കമുള്ള രോഗാത്മാവ് ശരീരം വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. വർഷങ്ങളുടെ പഴക്കമുള്ള രോഗാത്മാവ് ശരീരം വിട്ടുമാറുവാൻ കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ വരുത്തി ശരീരത്തിലെ ക്ലേശം വരുത്തുന്ന അന്യാരാധന ശക്തികൾ വിട്ടുമാറുവാൻ കൽപ്പിക്കുക. അത്തര ജമന സന്തര ജമന അച്ഛൻ പ്രൗഢമരഹസ്യങ്ങൾ ഇന്ന് പകൽ ജനത്തിൽ പ്രാപിക്കട്ടെ. ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് ദൈവാത്മാവ് അയച്ചു തുടങ്ങുന്നു. ചില ദർശനങ്ങൾ കണ്ടു തുടങ്ങട്ടെ. ദർശനങ്ങൾ കണ്ടു തുടങ്ങട്ടെ. വെളിപ്പാടുകൾ കണ്ടു തുടങ്ങട്ടെ. കൃപാവരങ്ങൾ പ്രാപിച്ചു തുടങ്ങട്ടെ. സഭയ്ക്കകത്ത് കൃപാവരങ്ങൾ പകർത്തു കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യെസ്, സഭയ്ക്കകത്ത് വീര്യപ്രവൃത്തികൾ ചെയ്യുന്നത് പിതാവായ ദൈവമാണെങ്കിൽ യേശുക്രിസ്തുവിനവകൾ ശുശ്രൂഷ ചെയ്യുന്നതിനെ ഏൽപ്പിക്കുന്നെങ്കിൽ കൃപാവരങ്ങൾ പകർത്തു കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നടന്നു തുടങ്ങുന്നു. ആത്മാവിന്റെ
പ്രാർത്ഥിച്ചിട്ട് പിതാവേ, ഇന്ന് പകൽ അവിടെ നിന്ന് വലിയ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനത്തെ ആത്മാവ് കൊണ്ടുവന്നതിനായി സ്തോത്രം. ഈ പകൽക്കാലം വചനത്തിൽ കൂടെ ആത്മാവിന് എന്തെല്ലാം ചെയ്യാനുണ്ടോ അത് മുഴുവനും കൂടെ ചെയ്യണമേ. അതിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ വചനത്താലും രക്തത്താലും ശുദ്ധീകരിക്കുവാൻ സമർപ്പിച്ചിരുന്നു. ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർക്കായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൃപ പകരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15 മുതൽ ചില വാക്യങ്ങൾ ഒരാൾക്ക് പരസ്യമായിട്ട് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15 മുതൽ ചില വേദഭാഗങ്ങൾ. പെട്ടെന്ന് ചുവന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. സാരഥായ സമീപത്തുള്ള 6-ാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ മുങ്ങി. അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. യഹോവയുടെ നിയമപെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ മുടങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടി തന്നെ നടന്നുപോയി. നല്ല വചനത്തിനായി നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂതാണ് ഞാൻ തുടർന്ന് പറയാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവത്തിന്റെ സന്നിധാനമായിത്തീർന്നു. പഴയ ഇസ്രായേലിനെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അവിടെ വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു നദിയാണ് യോർദാൻ നദി എന്ന് പറയുന്നത്. യോർദാൻ നദി എന്ന് പറയുന്നത് വർഷത്തിൽ 2 പ്രാവശ്യം ഇത് കരകവിഞ്ഞ് ഒഴുകുവാനായിട്ടിടയാകും. ഒന്ന് വേനൽക്കാലത്താണ്. ഹെർമോൻ പർവ്വതത്തിന്റെ ലെബാനോൻ പർവ്വതത്തിന്റെ മഞ്ഞുരുകി വലിയ വെള്ളച്ചാട്ടമായി അവൻ ഒഴുക്കായിട്ട് യോർദാൻ കരകവിഞ്ഞൊഴുകും. 2 വർഷകാലത്ത് മഴക്കാലത്ത് യോർദാൻ കരകവിഞ്ഞ് ഒഴുകുവാനായിട്ടിടയാകും. വർഷത്തിൽ 2 പ്രാവശ്യം യോർദാൻ കരകവിഞ്ഞ് ഒഴുകാനായിട്ടിട. വാക്യം ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. കൊയ്ത്തുകാലത്ത് ഓക്കെ. സ്തോത്രം സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു സന്തോഷം കാണുന്നില്ല. എല്ലാ ഭാരങ്ങളും ഒന്ന് മാറ്റി അല്പസമയം നമ്മൾ വചനത്തിന്റെ മുമ്പിൽ സന്തോഷിക്കാൻ പോകുകയാണ്. എപ്പോഴാണ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്? പറഞ്ഞാട്ട് കൊയ്ത്തുകാലത്ത്. ചേർന്ന് പറഞ്ഞാൽ എപ്പോഴാണ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്? കൊയ്ത്തുകാലത്ത്. എന്താ കൊയ്ത്തുകാലത്തിന്റെ പ്രത്യേകത? വിളവെടുപ്പിന്റെ സമയം. പാട്ടികശാലകൾ നിറയുന്ന പകൽ, ആർപ്പിന്റെ പകൽ, പാട്ട് കേൾക്കുന്ന പകൽ. സ്തോത്രം. സമയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സങ്കീർത്തനക്കാരന്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. എത്ര പേര് സ്തോത്രം ചെയ്യും? കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. അപ്പോൾ എപ്പോഴാണ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്? സ്വന്തം വിളവെടുപ്പിന്റെ സമയത്ത്, ഒരു നന്മയുടെ സമയത്ത്, നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ സമയമാകുമ്പോൾ, തലമുറയിൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ സമയമാകുമ്പോൾ, സഭയിൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ സമയമാകുമ്പോൾ, വിദ്യാഭ്യാസത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുവാൻ സമയമാകുമ്പോൾ, ഇതുവരെ ഇല്ലാത്ത ചില യോർദാന്റെ ശക്തികൾ തലവെക്കുമ്പോൾ ഉപപ്രാവശ്യ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം വിളിച്ചു പറയുന്ന ദൂത്, ഈ യോർദാനിനെ മുക്കാൻ കഴിയത്തില്ല, വാഗ്ദത്തത്തെ ഒതുക്കാൻ പറ്റത്തില്ല. 9-ാമത്തെ പകൽക്കാലം കൃപപ്രാപിച്ചകത്ത് സ്വന്തം ദൈവത്തെ നിന്റെ കുടുംബത്തിന് വിരോധമായി വ്യാപരിച്ചുയർന്നു വരുന്ന യോർദാനിയ മണ്ഡലത്തോട് ആത്മാവിന്റെ പകൽക്കാലം കൽപ്പിക്കുന്ന പകലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ശക്തിയോടെ ചേർന്ന് സ്വന്തം ദൈവം. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. യോർദാൻ എന്ന പദം
എബ്രായ ഭാഷയിലെ രണ്ട് പദങ്ങൾ ചേർന്ന് ഉണ്ടായൊരു പദമാണ്. യോ എന്നും ദാൻ എന്നും രണ്ട് പദങ്ങൾ ചേർന്നാണ് യോർദാൻ എന്ന പദം ലഭിക്കുവാനായിട്ടിടയായത്. യോർ എന്ന വാക്കിന്റെ അർത്ഥം സ്പ്രെഡ് എന്നാണ്, പരത്തുക. ദാൻ എന്ന വാക്കിന്റെ അർത്ഥം അവൻ ജഡ്ജിങ്, ന്യായം വിധിക്കുക എന്നുള്ളതാണ്. യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥം ന്യായവിധി പരത്തുക എന്നുള്ളതാണ്. ശബ്ദസ്വതന്ത്രം ചെയ്യുമോ? എബ്രായ ഭാഷയിലെ രണ്ട് പദങ്ങൾ ചേർന്നാണ് യോർദാൻ എന്ന പദം ലഭിച്ചത്. അവൻ യോർ എന്നും ദാൻ എന്നും. യോർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്പ്രെഡ്, പരത്തുക. ദാൻ എന്ന വാക്കിന്റെ അർത്ഥം ജഡ്ജിങ്, ന്യായം വിധിക്കുക. യോർദാൻ എന്ന വാക്കിന്റെ അർത്ഥം ന്യായവിധി പരത്തുക എന്നുള്ളതാണ്. സ്തോത്രം. ആത്മീയ ഭാഷയിൽ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ യോർദാൻ മരണത്തിന് നിഴലായിട്ട് നിൽക്കുക. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? യോർദാൻ മരണത്തിന് നിഴലായിട്ട് നിൽക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 9ാമത്തെ പകൽക്കാലം അവൻ ഉപവാസ പ്രാർത്ഥനയ്ക്കായി ദൈവസ്ഥിതി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നിനക്ക് വിരോധമായി മരണത്തിന്റെ ഒരു യോദ്ധാൻ തലപൊക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഹൃദയത്ത് സ്തോത്രം ചെയ്ത് വാഗ്ദത്തം ഏറ്റെടുത്താൽ ചിലതിനെ മേലൊഴുക്കിനെ ദൈവാത്മാവ് നിർത്തുന്ന പകലാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ ആരാധിച്ചാണ്. പറ്റി, അതിന്റെ ഉത്ഭവത്തെ പറ്റി നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് ദൂതിലേക്ക് വരുവാൻ പോവുകയാണ്. എല്ലാവരും വേദപുസ്തകത്തിന്റെ സമാപന പേജ് എടുത്ത്, സമാപന പേജ് സ്വതന്ത്രം വെളിപ്പാട് 22 ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ നിയമ കാലഘട്ടത്തിലെ പാലസ്തീൻ നാട് എന്ന് പറയുന്ന ഒരു മാപ്പ് വേദപുസ്തകത്തിന്റെ സമാപന പേജുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വതന്ത്രം ശ്രദ്ധിക്കുന്നുണ്ടോ? പുതിയ നിയമ കാലഘട്ടത്തിലെ പാലസ്തീൻ നാടിന്റെ മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹലോ, കണ്ടോ? നിങ്ങൾ പ്രതികരിക്കുന്നേ ഇല്ലല്ലോ. സ്വതന്ത്രം പുതിയ നിയമ കാലഘട്ടത്തിലെ പാലസ്തീൻ നാടിന്റെ മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ? സ്വതന്ത്രം അതിന്റെ വടക്ക് ഭാഗത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വടക്ക് ഭാഗം എന്ന് പറയുന്നത് മുകളിലത്തെ ഭാഗം. രണ്ട് പർവ്വതങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ? രണ്ട് പർവ്വതങ്ങൾ, ഹെർമോൻ പർവ്വതം, ലെബാനോൻ പർവ്വതം. രണ്ട് പർവ്വതങ്ങൾ നമുക്ക് മുകളിൽ കാണാം. ഹെർമോൻ പർവ്വതം, ലെബാനോൻ പർവ്വതം. സമുദ്ര നിരപ്പിൽ നിന്നും 9200 അടി ഉയരത്തിൽ നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങളാണ് ഹെർമോൻ പർവ്വതം, ലെബാനോൻ പർവ്വതം. സ്വതം അതിന്റെ ചുവട്ടിൽ നിന്ന് അടിവാരത്തിൽ കൂടെയാണ് യോർദാൻ നദി പൊട്ടി പുറപ്പെട്ട്. സ്വതം ആ മാപ്പ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അവൻ സ്വതം താഴേക്ക് അത് ഒഴുകി 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 ഏറ്റവും ഒടുവിൽ ഉപ്പുകടലിൽ വന്ന് അവസാനിക്കുക. സ്വതം അവൻ ലെബാനോൻ പർവ്വതത്തിന്റെ, ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടി ഒഴുകി 280 കിലോമീറ്ററുകൾ വളഞ്ഞു പൊളഞ്ഞു ഒഴുകി ഏറ്റവും ഒടുവിൽ ഇത് എവിടെ വന്ന് കയറുന്നു? ഉപ്പുകടൽ. ഉപ്പുകടൽ എന്ന് വെച്ചാൽ ഇന്നത്തെ ശാമകടലാണ്, ഡെഡ് സീ ആണ്. സ്വതം ദൈവമൊക്കെ ശ്രദ്ധിക്കണം. ലെബാനോൻ പർവ്വതത്തിന്റെ, ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടി ഒഴുകി ഏറ്റവും ഒടുവിൽ ഇത് എവിടെ വന്ന് കയറുന്നു? ശാമകടലിൽ, ഉപ്പുകടലിൽ, ഇന്നത്തെ ഡെഡ് സീയിൽ വന്ന് കയറുന്നു. സ്വതം യോർദാനെ പറ്റി നിങ്ങൾക്കൊരു ചെറിയ ഔട്ട്ലൈൻ കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇനിയും എല്ലാവരും ആ ഭാഗത്തുനിന്ന് പോയാണ്ട് സ്തോത്രം ആദ്യമായിട്ട് മാപ്പൊക്കെ കാണുന്നവർ ഞാനിവിടെ പ്രസംഗിക്കും, അത് നോക്കി ഇവിടെ ഇരിക്കും. അതുകൊണ്ട് അത് മറച്ച് നമുക്ക് ദൂതിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരാം. സ്തോത്രം. അപ്പൊ ദൈവമൊക്കെ ശ്രദ്ധിക്കണം. എവിടുന്ന യോർദാൻ നദി ആരംഭിക്കുന്നത്? ലെബാനോൻ പർവ്വതത്തിന്റെ, ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടെ പൊട്ടിപ്പുറപ്പെട്ട് 280 കിലോമീറ്ററുകൾ ഒഴുകി ഏറ്റവും ഒടുവിലായിട്ട് എവിടെ വന്ന് കയറിയ? ഡെഡ് സീയിൽ, ശാമകടലിൽ വന്ന് കയറിയ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതിന്റെ തുടക്കം ശരിയാണെങ്കിലും ഒടുക്കം ശരിയല്ല. ഒരു സ്വതന്ത്രം പറയുമോ? സ്വതന്ത്രം സ്വതന്ത്രം ഞാനത് വിശദീകരിക്കാം. ഫൈസലോ, എന്താ ശാമകടലിന്റെ പ്രത്യേകത? ഡെഡ് സീയുടെ പ്രത്യേകത എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പണ്ട് 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 അബ്രഹാമിനെ വിട്ട് ലോത്തും കൂട്ടരും കുടിയേറി പാർത്ത സ്ഥലമാണ് സോദോം ഗൊമോറ എന്ന് പറയുന്ന രണ്ട് പട്ടണങ്ങൾ. അവിടുത്തെ ജനത്തിന്റെ പോക്ക് ശരിയില്ലാത്തത് കൊണ്ട് അവൻ ആകാശത്ത് നിന്ന്
അഗ്നിമഴ പെയ്തിറങ്ങിയപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്നും 1320 അടി ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ 2 പട്ടണങ്ങളാണ് സോദോമും ഗോമോറയും. ഈ ചാവുകളിൽ പ്രത്യേകതയുണ്ട്. ഒറ്റ ജീവജാലങ്ങൾ ഇതിനകത്ത് വളരത്തില്ല. ജീവനുള്ള ഒരു മനുഷ്യനെ പൊക്കിയെടുത്ത് ചാവുകളിൽ ഇട്ടാൽ ആള് താഴെ പോകത്തില്ല. വാഴപ്പൊട്ടി പൊങ്ങിക്കിടക്കുന്ന പോലെ അത് പൊങ്ങിക്കിടക്കാനായിട്ടിടയാ. ഇതിനകത്ത് ഒറ്റ ജീവജാലങ്ങൾ വളരത്തില്ല. നീണ്ടു കിടക്കുന്ന താടിയിലേക്ക്, അകലോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ്? 24 മണിക്കൂറും മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ് ഏത്? നിങ്ങളെന്നോട് ചേർന്ന് വന്നിട്ട് സമുദ്ര നിരപ്പിൽ നിന്നും 9200 അടി ഉയരത്തിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ 24 മണിക്കൂറും മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണ്. അതിന്റെ അടിവാരത്തിൽ കൂടെ ഒഴുകി ഏറ്റവും ഒടുവിൽ എവിടെ പോയി കയറുന്നു? ഒറ്റ ജീവജാലങ്ങൾ വളരാത്ത ചാവകടലിൽ പോയി അവസാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുന്നമേ ഓർപ്പിച്ചത്, ഇതിന്റെ തുടക്കം ശരിയാണെങ്കിലും ഒടുക്കം എന്താ? മഞ്ഞിന് വേദപുസ്തകത്തിൽ പല ഉപമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന് പല ഉപമാനങ്ങൾ കൊടുക്കുമ്പോ വെള്ളത്തോട് ഉപമിച്ചിട്ടുണ്ട്, തീയോട് ഉപമിച്ചിട്ടുണ്ട്, പ്രാവിനോട് ഉപമിച്ചിട്ടുണ്ട്, കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ഉപമാനമാണ് ഏത്? അവൻ മഞ്ഞ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുക, 24 മണിക്കൂറും മഞ്ഞ് പെയ്യുന്ന പരിശുദ്ധാത്മാവിന് നിഴലായി നിൽക്കുന്ന എർമോൻ പർവ്വതത്തിന്റെ, ലെബാനോൻ പർവ്വതത്തിന്റെ അടിവാരത്തിൽ കൂടെ ഒഴുകി ഇത് എവിടെ വന്ന് കയറുകയാണ്? ചാവടികളുടെ പ്രത്യേകത എന്താ? ഞാൻ ഓർമ്മിച്ചു. ഒറ്റ ജീവജാലങ്ങൾ പോലും വളരാത്ത സ്ഥലം. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇവന്റെ തുടക്കം ശരിയാണെങ്കിലും ഒടുക്കം. പൗലോസ് അതുകൊണ്ടാ പറഞ്ഞത്, ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കാനല്ല, ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിക്കണം. ചേർന്ന് സ്വതന്ത്രം പറയുമ്പോ സ്വതന്ത്രം കഥാദാസൻ ഞാൻ കൂടെ പറയുന്ന ഒരു ഭാഗമാണ്. ചില വർഷങ്ങൾക്ക് പുറകില് കുമ്പനാട് കൺവെൻഷൻ പ്രസംഗിക്കാൻ കടന്നു വന്നപ്പോ ഈ ദൈവദാസൻ ഓർമ്മിക്കുവാനായിട്ടുള്ളതായി സ്വതം TTC പാസ്സായിട്ട് ഒരാളെ സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുന്നു. പഠിപ്പിച്ച് ഹെഡ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കേണ്ട മറ്റുള്ളവർ പഠിപ്പിക്കുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ഒരു സ്വതന്ത്രം പറഞ്ഞില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് വരുന്ന കള്ളന്മാരെ മുഴുവൻ ഇടിക്കുക. ഇടിച്ചിടിച്ച് ഹെഡ് കോൺസ്റ്റബിൾ ആയി കഴിഞ്ഞാൽ പിന്നിടിക്കണ്ട, മറ്റുള്ളവർ ഇടിക്കുന്നുണ്ടോന്ന്. നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലും അത് തന്നെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ വരുന്നവരെ എല്ലാം കുത്തി ഹെഡ് നേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ കുത്തണ്ട, മറ്റുള്ള നേഴ്സുമാരെ കുത്തുന്നുണ്ടോന്ന് നോക്കിയാൽ മതി. ആത്മബോധത്തിൽ ഉന്നിത രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് സഭാഹോളിനകത്ത് വന്നപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു. ഇടത്തവൻ കൈയടിച്ചില്ലെങ്കിലും വലത്തിരിക്കുന്നവൻ കൈയടിച്ചില്ലെങ്കിലും എനിക്ക് ഇന്ന് പകൽക്കാലം 2 കൈയടിച്ച് 2 അന്യഭാഷ പറഞ്ഞ് എന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ സന്തോഷം വരുന്നില്ല. ആരാധിച്ച് തമ്പുരാൻ സ്ഥിതി മാറ്റി അവസ്ഥകൾക്ക് ഭേദം വരുത്തി. അവൻ ഹല്ലേലൂയ. ഇന്ന് നിനക്ക് പലതുമുണ്ട്. പണ്ടൊരാൾ പ്രസംഗിക്കാൻ പറഞ്ഞു, അവർക്ക് ഇനി എന്തോ വേണം? എല്ലാം ഉണ്ട്. വീടുണ്ട്, കാറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഹാർട്ടിനും പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പിന്നെ ആരാധിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് മകൻ ആരാധിക്കാൻ തയ്യാറായ നിന്റെ ജീവിതത്തിന് ഇന്ന് മകൻ വിടുതലായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് നൂന്ന് പറയുക. ഉള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ 9ാമത്തെ പകൽക്കാലം ആരാധനയുടെ മഹത്വം കണ്ട് ആരാധിക്കാൻ തയ്യാറുള്ളവർ ഇന്ന് മകൻ ദൈവത്തിന് സ്വന്തം ചെയ്യട്ടെ. ഞാൻ ഒരു നൂറുകൂടെ ആ ഭാഗത്ത് പറഞ്ഞിട്ട് പുസ്തകത്തിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസ്ഥരായിരിക്കണം. അവൻ ചാവകടലിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒറ്റ ജീവജാലങ്ങൾ പോലും വളരാത്ത ഇടം. പക്ഷെങ്കിൽ ആലയത്തിന്റെ ഉദ്ഭവപ്പടിയുടെ കീഴിൽ നിന്നും ഒരു നദി പൊട്ടി പുറപ്പെട്ടൊഴുകി. അതെങ്ങോട്ട് പോയെന്നറിയാമോ? ഹല്ലേലൂയ. പ്രവാചകൻ അളക്കാൻ തുടങ്ങി. 1000
അടിയോളം, വീണ്ടും 1000 മുഴം വളർന്നപ്പോ മുട്ടോളം, വീണ്ടും 1000 മുഴം വളർന്നപ്പോ അരയോളം, വീണ്ടും 1000 മുഴം വളർന്നപ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത വലിയൊരു ഉറവയായിട്ട് മാറ്റപ്പെട്ടു. ഇതെങ്ങോട്ട് പോയെന്നറിയാമോ? അരാമയിലെ കടലായ ഉപ്പുന വലിച്ചെന്ന് മതിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടുത്തെ വെള്ളം പഥ്യമായി. സ്വതം സ്വതം പ്രവാചകൻ നോക്കുമ്പോ മീൻ പിടിക്കാൻ ഇക്കരയും അക്കരയും നിന്നുകൊണ്ട് മീൻ പിടിക്കുന്നത് കാണുവാനായിട്ടിടയാ. ഞാനൊരു ദൂതെന്ന് മകൾ പറഞ്ഞ് ആ ഭാഗം ഇടുവാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിൽ ഒരു വിധം നടക്കത്തില്ലെന്ന്, തലമുറയിൽ ഒരു താപം നടക്കത്തില്ലെന്ന്, നിന്റെ സഭയ്ക്കകത്ത് ആത്മാക്കൾ വരത്തില്ലെന്ന്, നിന്റെ ദേശത്ത് ദൈവത്തിൽ നടക്കത്തില്ലെന്ന് ശത്രു യന്ത്ര വാദിച്ചാലും ഇന്നലെ ദൈവമ്മ വിളിച്ചു പറയുന്നു. ആരാധനയുടെ നദിയെ ചില മണ്ഡലത്തിൽ നിന്ന് പതിയത്തെ ചില വെള്ളം പാത്യമായി തീർക്കുമോ? ചില ശാപശക്തികൾ, ചില ആരാധന മുമ്പിൽ ഇന്നലെ വിനിയോഗിക്കപ്പെടുന്ന മകൾക്കാലം വർഷങ്ങളുടെ പഴക്കമുള്ള ആ രോഗാത്മാവ് യേശുവിന്റെ നാമത്താൽ ഇന്നലെ വിട്ടുമാറുന്ന മകൾക്കാലം ഇന്നലെ കരമണി സർവസഭയെ ആത്മസാന്നിധ്യമെടുത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഫലമായിരിക്കട്ടെ. വചനത്തിന്റെ ദൂതിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര നമുക്കറിയാം. എത്ര വർഷമായിരുന്നു? 40 വർഷം. സ്തോത്രം, സ്തോത്രം. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ 41 ഇടത്തവര് കൂടാരം മാറ്റി മാറ്റി അടിച്ചു. മേഘം പൊങ്ങുമ്പോൾ ഇസ്രായേൽ അറിയാം കൂടാരത്തിന്റെ കുറ്റികൾ ഊരാൻ സമയമായി. അടുത്ത പാളയം സജ്ജീകരിക്കപ്പെടുവാനുള്ള സമയമായി. അതുകൊണ്ട് മോശയിൽ കൂടെ ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ കൂടാരത്തിന്റെ കുറ്റികൾ എങ്ങനെ ഉറപ്പിക്കുന്നറിയാമോ? വെള്ളിച്ചുവടിൽ വേണം കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിച്ചു നിർത്താൻ. എന്തിനാ വെള്ളിച്ചുവടിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിച്ചു നിർത്തുന്നത് നമുക്കറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. വേദപുസ്തക ഭാഷയിൽ വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. സ്വതം മരുഭൂമിയിൽ മണ്ണിനകത്ത് കൂടാരത്തിന്റെ കുറ്റികൾ തറപ്പിച്ചു വെച്ചാൽ, കുഴിച്ചിട്ടാൽ അനുകൂല സാഹചര്യങ്ങൾ, വെള്ളമോ ചൂടോ ലഭിക്കുമ്പോൾ ഒരു പക്ഷേ അത് പൊട്ടിത്തിളക്കുവാനായിട്ടിടയാകും. സ്വതം അങ്ങനെയാണെങ്കിൽ അവൻ വേഗം പൊങ്ങിക്കഴിഞ്ഞാൽ കൂടാരത്തിന്റെ കുറ്റി പിഴുതെടുത്താൽ ഇതും അവൻ ഊരി വരത്തില്ല. വേരോട് കൂടി അത് ഇങ്ങനെ പടർന്നു നിൽക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, സ്വതം കൂടാരത്തിന്റെ കുറ്റി എങ്ങനെ ഉറപ്പിച്ചു നിർത്തേണ്ടത്? വീണ്ടെടുപ്പിന്റെ വെള്ളിച്ചുവടിനകത്ത് കൂടാരത്തിന്റെ കുറ്റികൾ അവൻ നാട്ടി നിർത്തണം. ചേർന്ന് സ്വന്തം ദൈവമോ? ഹല്ലേലൂയ. മേഘം പോകുമ്പോൾ ഇസ്രായേൽ അറിയാം അടുത്ത പാളയം സജ്ജീകരിക്കപ്പെടുവാനായിട്ടിടയായി. ഞാനൊരു ദൂതന്റെ മകൾ വിളിച്ചു പറയാം, ദൈവത്തിന്റെ സഭയാകുന്ന ദൈവത്തിന്റെ പൈതലെ അവൻ കൂടാരത്തിന്റെ കുറ്റികൾ ഊരാൻ സമയമായി. അടുത്തൊരു പാളയം നമുക്ക് വേണ്ടി സ്വർഗം അവൻ ഒരുക്കി കഴിഞ്ഞു. പൗലോസിന്റെ പാഠ ഞാൻ ഉദ്ധരിച്ച ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളത്തില്ല. അന്ത്യകാലവാദത്തിങ്കൽ കണ്ണി വെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടാൻ പോകുക. മരിച്ചവർ അക്ഷരരായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പോകുക. കാലം ധരിക്കാൻ പോകുക. കർത്താവ് താൻ ചേർന്ന് പറഞ്ഞാട്ടെ, കർത്താവ് താൻ പ്രധാനദൂതന്റെ ദൈവത്തിന്റെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനോട് ഒരുമിച്ച് ആകാശമേഘത്തിൽ എടുക്കപ്പെടാൻ പോവുകയാണ്. നോക്കിയിടയിൽ രൂപാന്തരം സംഭവിച്ച് ലോകമാകുന്ന മരുഭൂമിയിൽ നിന്ന് അടുത്ത പാളയം മധ്യാകാശത്തിലേക്ക് സഭ മാറ്റപ്പെടാൻ പോകുക. ഇന്ന് മകനകത്ത് കൃപ ദൈവത്തിന്റെ പൈതലിനോട് ആത്മ വിളിച്ചു പറയട്ടെ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല, സാരമില്ല, സാരമില്ല. എത്ര വെച്ച്
വർഷം 41 സ്ഥലത്ത് അവർ കൂടാരം മാറ്റി മാറ്റി അടിച്ചു. ഇസ്രായേലിന്റെ മരുഭൂമി യാത്ര ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അവൻ ഒരു പിതാവ് തന്റെ മകനെ നടത്തുന്നത് പോലെ ഇസ്രായേലിനെ കൊണ്ടുപോയ ആ വിധങ്ങൾ അവർക്ക് വിശക്കുമ്പോൾ മല്ലന്മാരുടെ ആഹാരമായ സ്വർഗീയന്മാരുടെ ആഹാരമായ മന്നതയോ പാതയത്തിൽ പൊഴിയിപ്പിച്ചു കൊടുക്കുന്നു. സ്വന്തം ഇറച്ചി ആവശ്യമുള്ളപ്പോൾ തമ്പുരാന്റെ കിഴക്കൻ കാറ്റടുപ്പിക്കുമ്പോൾ കാടപ്പക്ഷി കൂടാരത്തിൽ വരുന്നു. അവൻ സ്വന്തം അവരുടെ ദാഹജലത്തിന് വേണ്ടി പാറയിലെ വെള്ളം ദൈവം അവർക്ക് വേണ്ടി ഒഴുക്കി കൊടുക്കുന്നു. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ സമാപന വേളയിൽ ഇസ്രായേൽ തിരിക്കുക. ഒറ്റ വാക്കി പറഞ്ഞാൽ 7 ദിവസം കൂടെ യാത്ര ചെയ്താൽ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് ഇസ്രായേൽ പാദം ചവിട്ടാൻ പോകുക. ഞാൻ ചോദിക്കട്ടെ, കനാനും ഇസ്രായേലും തമ്മിൽ എത്ര ദിവസത്തെ അകലമേ ഉള്ളൂ? പറഞ്ഞാട്ട് 7 ദിവസം കൂടെ കഴിഞ്ഞാൽ അവരെവിടെ എത്താൻ പോകുക? സ്വതം 10 ആഴ്ചത്തെ യാത്രയുടെ ഉള്ളൂ. വാഗ്ദത്ത കനാനിൽ എത്താൻ ഇനി 1 ആഴ്ച കൂടെ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ അവരെവിടെ എത്താൻ പോകുക? എന്റെ ദൈവമേ, പല്ലുമൊരു സ്വോത്രം പോലും പറയുന്നില്ല. ഇസ്രായേലിന് 7 ദിവസം ഉണ്ടായിട്ട് ഞാനെന്തിനാ സ്വോത്രം പറയുന്നതെന്ന് ഇന്ന് പല ദൈവം നമ്മോട് ദൂത് പറയാൻ വരുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. പരിശുദ്ധ വചനത്തിൽ ഇവിടെ പറയുന്നത്, ഇതുവരെ ആരാധിച്ചതിന് അത്രയും നിന്റെ ചില വിഷയത്തിന് വേണ്ടി ആരാധിക്കേണ്ടി വരത്തില്ല. ഇതുവരെ സ്വോത്രം പറഞ്ഞതിന് അത്രയും ചില വിഷയത്തിന് വേണ്ടി സ്വോത്രം പറയേണ്ടി വരത്തില്ല. ഇതുവരെ കാത്തിരുന്നതിന് അത്രയും ചില വിഷയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരത്തില്ല. ഇതുവരെ ഉപവസിച്ചതിന് അത്രയും ചില വിഷയത്തിന് വേണ്ടി ഉപവസിക്കേണ്ടി വരത്തില്ല. വാഗ്ദത്തം അടുത്തെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ദൈവത്തിന് സ്വോത്രം ചെയ്യണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന് അവൻ നീണ്ട 40 വർഷത്തെ മരുഭൂമി യാത്ര അവസാനിക്കുവാൻ സമയമായി. വാഗ്ദത്ത മണ്ണിൽ ദൈവാത്മാവ് നിന്നോട് പറഞ്ഞില്ല, ദൂതിന്റെ ആഴത്തിലേക്ക് അമ്മ കൊണ്ടുപോകാൻ സമയമായി. വിശ്വസിക്കുന്ന ദൈവമേ ചേർന്ന് സ്വന്തം ചെയ്യട്ടെ. ഈ ചിന്തയോടുകൂടി നമുക്ക് ദൂതിലേക്ക് പ്രവേശിക്കാം. 3-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 1 മുതൽ വിശദമാക്കിയത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം. യോശുവ അധികാലത്തെ എഴുന്നേറ്റു. അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് ശിത്തീം വരെ ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നത് ദൈവപുരുഷനാകുന്ന മോശയാണ്. നെബോയുടെ ഉയരങ്ങളിൽ ശുശ്രൂഷ സമാപിച്ചു. ദൈവം അവരെ അടക്കുവാനായിട്ടിടയായി. സ്വതന്ത്രം ശിത്തീം മുതൽ യോർദാൻ കര വരെ 8 മൈൽ ദൂരമാണ്. സ്തോത്രം, 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 ഹല്ലേലൂയ. ശിത്തീം മുതൽ യോർദാൻ കര വരെ ഇസ്രായേലിനെ കൊണ്ടുവന്നത് ദൈവപുരുഷനാകുന്ന യോശുവയാണ്. സ്വതന്ത്രം, യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ 600,000 സ്തോത്രം, ഏതാണ്ട് 25 ലക്ഷത്തിൽ പരം പ്രിയപ്പെട്ടവർ യോർദാന്റെ കരയിൽ വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. എത്ര ദിവസം അവര് യോർദാന്റെ കരയിൽ നിൽക്കുന്നെന്ന് അറിയാമോ? ആ ഭാഗം ഒന്ന് വായിച്ചേ. എത്ര ദിവസമായിട്ട് ഇസ്രായേൽ മക്കൾ യോർദാന്റെ കരയിൽ നിൽക്കുക? പറഞ്ഞാട്ട് 3 ദിവസം. വാസ്തവത്തിൽ വാഗ്ദത്ത കനാനിൽ എത്താൻ എത്ര ദിവസം മതി? 7 ദിവസം മതി. സ്വതന്ത്രം, സ്വതന്ത്രം. 3 ദിവസമായിട്ട് അവർ എവിടെ നിൽക്കുക? യോർദാന്റെ കരയിൽ. ഞാൻ ഈ ഭാഗം പലപ്പോഴും ചിന്തിക്കുമ്പോൾ അവൻ ദൈവാത്മാവ് ഹൃദയത്തിൽ ഒത്തിരി ചിന്തകൾ നൽകി തരുവാനായിട്ടിടയായി. 7 ദിവസം കൂടെ കഴിഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് ഇസ്രായേൽ എത്തിയിരിക്കുക. വാസ്തവത്തിൽ ചെങ്കടലിൽ ഒരത്ഭുതം ചെയ്തതുപോലെ ദൈവത്തിന് വേണമെങ്കിൽ ഇവിടെ അത്ഭുതം ചെയ്യാം. ചെങ്കടലിൽ എന്താ സംഭവിച്ചത്? മോശ വഴി നീട്ടി ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. വെള്ളം 2 ഭാഗത്തായിട്ട് നിന്നു. സ്തോത്രം, സ്തോത്രം. പക്ഷെ ഇവിടെ ദൈവം അനങ്ങുന്നില്ല. 3 ദിവസമായിട്ട് ഇസ്രായേൽ മൂപ്പന്മാര് എന്താ കാണുന്നത്? ആകാശത്തോളം ഉയർന്നു വരുന്ന തിരമാലയെ കാണുന്നത്. ദൈവമൂടെ അനങ്ങുന്നില്ല, ശാന്തത പാലിക്കുക. പുസ്തകം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ചെങ്കടലിൽ അത്ഭുതം ചെയ്തതുപോലെ തമ്പുരാൻ ഇവിടെ അത്ഭുതം
ദൈവം ഇവിടെ മൗനമായിരിക്കുക. എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ യോർദാന്റെ കരയിൽ 3 ദിവസം സൈലന്റായി മൗനമായിരുന്നു? ഇന്ന് പകൽക്കാലം 2 ദൂത് ആത്മാവിനോട് പറയുവാനുണ്ട്. ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവസഹായില്ല. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ കരം കണ്ട ഇസ്രായേൽ, ചെങ്കടൽ വറ്റുന്നത് കണ്ട ഇസ്രായേൽ, എത്രയെത്ര മഹാത്ഭുതങ്ങൾ കണ്ട ഇസ്രായേൽ, ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ യോർദാൻ 2ആയി മാറ്റാൻ കഴിയും. പക്ഷേ 3 ദിവസമായി കൊച്ചു കുട്ടികൾ, പ്രായമുള്ളവർ, 10-25 ലക്ഷം ജനം യോർദാന്റെ കരയിൽ വന്നു നിൽക്കുന്നു. തമ്പുരാൻ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുക. 2 ദൂത് ഇന്ന് പകൽ ഞാൻ ഓർമ്മിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണം. സത്യമല്ലേ? ചില വിഷയത്തിന് ആവശ്യത്തിന് നമ്മുടെ ഭവനത്തിൽ കടന്നു വന്ന് കരമൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുത വിടുതൽ അവിടെ നടക്കും. ചില വിഷയത്തിന് 3 ഇരിക്കേണ്ടി വരും, ചിലതിന് 7, 21 ഇരിക്കേണ്ടി വരും, ചിലതിന് 40 ഇരുന്നിട്ടും വിടുതലില്ലാത്ത എത്രയോ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാ വിളിച്ചു പറയുന്നു. ഇതിനകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് തിരിച്ചറിയുവാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിന്റെ ഏത് വിഷയമാണെങ്കിലും ഇന്ന് പകൽ ജയം തരുവാൻ എന്റെ ദൈവം ശക്തനെന്ന്